ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. സോ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പഠിച്ചു, നമ്മൾ കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്ത് പാരൻറ്റ് കമ്പനി കൺട്രോൾ ചെയ്യുന്ന എല്ലാ സബ്സിഡറി കമ്പനീനെയും നമ്മളൊരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതായത് പാരൻറ്റ് കമ്പനി എന്നത് വേറൊരു കമ്പനിയും, പിന്നെ സബ്സിഡറി പാരൻറ്റ് കൺട്രോൾ ചെയ്യുന്ന ബാക്കിയുള്ള സബ്സിഡറീസ് വേറെ വേറെ കമ്പനി ആയിട്ടല്ല നമ്മളവിടെ അസ്യൂം ചെയ്യുന്നത്. ഇതെല്ലാം ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പാരൻറ്റ് കൺട്രോൾ ചെയ്യുന്ന എല്ലാ സബ്സിഡറീസിൻ്റെയും അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, സോ അവിടെ പറയുന്നുണ്ട്, ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഷോസ് ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ പാരൻറ്റ് ആൻഡ് സബ്സിഡറീസ്. ഓക്കെ, പിന്നെ അവിടെ പറയുന്നുണ്ട്, ഇൻട്രാ ഗ്രൂപ്പ് ഐറ്റംസ് ആർ എക്സ്ക്ലൂഡഡ്. എക്സാമ്പിൾ, റിസീവബിൾസ് ആൻഡ് പേയബിൾസ് ഷോൺ ഇൻ ദ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓൺലി ഇൻക്ലൂഡ് എമൗണ്ട്സ് ഓൺഡ് ഫ്രം ടു തേർഡ് പാർട്ടീസ്. അതായത് നമ്മൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പാരൻറ്റും സബ്സിഡറിയും തമ്മിൽ എന്തെങ്കിലും ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഈ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, സോ അഥവാ ഇവർ രണ്ടുപേരും, അതായത് പാരൻറ്റും സബ്സിഡറിയും അവരുടെ ഇൻഡിവിജ്വൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അത് കാണിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, നമ്മൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഐറ്റംസ് നമ്മൾ റിമൂവ് ചെയ്യണം. സോ എന്താണ് ഈ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, പാരൻറ്റ് കമ്പനി എന്തെങ്കിലും കൊമോഡിറ്റീസ് സബ്സിഡറി കമ്പനിക്ക് സെല്ല് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അത് എന്താ പറയുക, ക്രെഡിറ്റിലാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ പാരൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അവർ അതെവിടെയാണ് കാണിക്കുക, റിസീവബിൾസിൽ കാണിക്കും. അതായത് പാരൻറ്റ് കമ്പനി ഇത്രത്തോളം കമോഡിറ്റീസ് സബ്സിഡറി കമ്പനിക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്, സോ അതിൽ നിന്ന് ഇത്രത്തോളം എമൗണ്ട് പാരൻറ്റ് കമ്പനിക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് റിസീവബിൾസിൽ കാണിക്കും. ഓക്കെ, സോ പാരൻറ്റ് ഇവിടെ സബ്സിഡറിക്ക് സെല്ല് ചെയ്തത് കൊണ്ട് സബ്സിഡറിയും എന്ത് ചെയ്യും, അവരുടെ ഇൻഡിവിജ്വൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അത് ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. കാരണം സബ്സിഡറി കമ്പനിക്ക് കൊമോഡിറ്റീസ് കിട്ടി, പക്ഷെ അതിൻ്റെ പൈസ കൊടുക്കാനുണ്ട് പാരൻറ്റ് കമ്പനിക്ക്. ഓക്കെ, സോ ഈ ഒരു എമൗണ്ട് എവിടെയായിരിക്കും സബ്സിഡറി കമ്പനി കാണിക്കുന്നുണ്ടാവുക, അവരുടെ ട്രേഡ് പേയബിൾസിൽ. ഓക്കെ, സോ ഈ ഒരു രണ്ട് ഐറ്റത്തിനെയാണ്, അതായത് ട്രേഡ് റിസീവബിൾസും ട്രേഡ് പേയബിൾസും, അതായത് ഇവിടെ പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് കൊമോഡിറ്റീസ് വിറ്റിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രാ ഗ്രൂപ്പ് സെയിൽ. സോ നമ്മൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എമൗണ്ട്, അതായത് പാരൻ്റ് റെക്കോർഡ് ചെയ്ത ഈ ഒരു ട്രേഡ് റിസീവബിൾസിലത്തെ ആ ഒരു എമൗണ്ടും സബ്സിഡറി കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ട്രേഡ് പേയബിൾസിലത്തെ ആ ഒരു എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യും. ഓക്കെ, സോ ഈ ഇൻട്രാ ഗ്രൂപ്പ് സെയിലിൽ വരുന്ന വേറൊരു ഐറ്റമാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. സോ എന്താണ് ഈ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, പാരൻറ്റ് കമ്പനീൻ്റെ കയ്യിൽ കുറച്ച് ഇൻവെൻട്രി ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ഒരു ഇൻവെൻട്രീൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ $2,000 ആണെന്ന് വിചാരിക്കാം. സോ ഈ ഒരു ഇൻവെൻട്രി പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് സെല്ല് ചെയ്തു ഫോർ $2,500. ഓക്കെ, സോ അവിടെ പാരൻറ്റ് കമ്പനി ഒരു $500 കൂടെ കൂട്ടിയിട്ടാണ് സബ്സിഡറി കമ്പനിക്ക് സെല്ല് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു $500 നമ്മൾ പ്രോഫിറ്റ്, അവിടെ പ്രോഫിറ്റ് ആണല്ലോ. സോ ഈ പ്രോഫിറ്റ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ വരുന്ന സമയത്ത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ്. കാരണം എന്താണ്, പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് സെല്ല് ചെയ്തെങ്കിലും നമ്മൾ കൺസോളിഡേഷനിൽ എന്താണ് അവിടെ അസ്യൂം ചെയ്യുന്നത്, ഈ ഒരു പാരൻറ്റ് കമ്പനി കൺട്രോൾ ചെയ്യുന്ന എല്ലാ സബ്സിഡറി കമ്പനിയും ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതായത് പാരൻറ്റും സബ്സിഡറീസും എല്ലാം ഒരേ ഒരു കമ്പനി മാത്രമാണ്. ഓക്കെ, സോ ആ ഒരു രീതിയിലാണ് നമ്മൾ കൺസോളിഡേഷനിൽ അസ്യൂം ചെയ്യുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ പാരൻറ്റ് കമ്പനി സ്വന്തം കമ്പനിക്ക് തന്നെ അവിടെ ഒരു സെയിൽ നടത്തി പ്രോഫിറ്റ് കാണിച്ചു എന്നുള്ള രീതിയിലാണ് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് ഒരു സെയിൽ നടത്തി അതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്തായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അതായത് ആ ഒരു പ്രോഫിറ്റ് ആക്ച്വലി അവിടെ പാരൻറ്റ് കമ്പനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ആ ഒരു പ്രോഫിറ്റിനെ നമ്മൾ കൺസോളിഡേഷനിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റിനെയും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റിമൂവ് ചെയ്യും കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്ത്. ഇനി അടുത്ത ടോപ്പിക്കാണ്
Methods of preparing a consolidated statement of financial position. Single subsidiary. The investment in the subsidiary shown in the parent's statement of financial position is replaced by the net assets of S. The cost of the investment in S is effectively cancelled against the ordinary share capital and reserves of the subsidiary, leaving goodwill as a balance. അതായത് ഒരു കമ്പനി വേറൊരു കമ്പനീനെ അക്വയർ ചെയ്തു. ഓക്കെ, സോ ഒന്ന് പാരന്റ് കമ്പനി, മറ്റൊന്ന് സബ്സിഡറി കമ്പനി. സോ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തു. സോ ഈ ഒരു അക്വയർ ചെയ്തത്, ഫോർ എക്സാമ്പിൾ പാരന്റ് കമ്പനി ഒരു $50,000 സബ്സിഡറി കമ്പനീൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്തതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ഒരു എമൗണ്ട് പാരന്റ് കമ്പനീൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡറി അറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ അണ്ടറിലാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് പാരൻറ്റിൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ പാരൻറ്റ് കമ്പനി ഈ സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തത് അവരുടെ നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ അണ്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡറി അറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീൻ്റെ ഷെയർസ് ആണ് പർച്ചേസ് ചെയ്തത് അല്ലേ. സോ ഷെയർസ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി. ഓക്കെ, സോ നമ്മളവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാരന്റ് കമ്പനി ഇത്ര രൂപയ്ക്ക് സബ്സിഡറി കമ്പനീൻ്റെ ഇക്വിറ്റി, അതായത് നെറ്റ് അസറ്റ്സ് പർച്ചേസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അവിടെ പറയുന്നത് നമ്മൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പാരന്റ് കമ്പനി അവരുടെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ സബ്സിഡറി കമ്പനീനെ പർച്ചേസ് ചെയ്ത് ആ ഒരു എമൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡറി അറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പാരന്റ് കമ്പനി അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു എമൗണ്ടിനെ നമ്മൾ ക്യാൻസൽ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ പാരന്റ് കമ്പനി പർച്ചേസ് ചെയ്തത് സബ്സിഡറി കമ്പനീൻ്റെ ഇക്വിറ്റിയാണ് അല്ലെ, ഷെയർസ് ആണ്. ഓക്കെ, സോ സബ്സിഡറി കമ്പനീൻ്റെ ഇക്വിറ്റി സെക്ഷനിൽ വരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് പി കമ്പനീൻ്റെയും അതുപോലെ അതായത് പാരന്റ് കമ്പനീൻ്റെയും അതുപോലെ സബ്സിഡറി കമ്പനീൻ്റെയും ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ അറ്റ് 31 December 2014. ഓക്കെ, പിന്നെ അവിടെ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ P acquired 100% of the shares in S on 31 December 2014 at a cost of $50,000. അതായത് $50,000 കൊടുത്തിട്ട് P, അതായത് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തു. എത്ര ശതമാനമാണ് അക്വയർ ചെയ്തത്? 100%. സബ്സിഡറി കമ്പനീൻ്റെ 100% പാരന്റ് കമ്പനി ഇവിടെ അക്വയർ ചെയ്തു. ആൻഡ് അത് അക്വയർ ചെയ്യാനായിട്ട് പാരന്റ് കമ്പനി കൊടുത്ത എമൗണ്ട് ആണ് $50,000. ഓക്കെ, സോ ഈ ഒരു എമൗണ്ടിന് പാരന്റ് കമ്പനി അവരുടെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ എവിടെയാണ് കാണിക്കുക? നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ അണ്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എസ് അറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പാരന്റ് കമ്പനി ആ ഒരു എമൗണ്ട് കാണിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു $50,000. ഓക്കെ, നമുക്കിതിവിടെ കാണാൻ പറ്റും. ഇനി അതുപോലെ പാരന്റ് കമ്പനി എന്താണ് ഇവിടെ സബ്സിഡറി കമ്പനീൻ്റെ അക്വയർ ചെയ്തിട്ടുള്ളത്? നെറ്റ് അസറ്റ്സ്. അതായത് സബ്സിഡറി കമ്പനീൻ്റെ നെറ്റ് അസറ്റ്സ് ആണ് പാരന്റ് കമ്പനി അക്വയർ ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ഈ നെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സബ്സിഡറി കമ്പനീൻ്റെ ടോട്ടൽ അസറ്റിൽ നിന്ന് ടോട്ടൽ ലയബിലിറ്റി മൈനസ് ചെയ്യുന്ന സമയത്ത് ബാക്കി എന്താണോ അവിടെ ഉള്ളത് അതിനെയാണ് നമ്മൾ നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. സോ നെറ്റ് അസറ്റ്സ് എന്ന് പറയുമ്പം ഇക്വിറ്റി. ഓക്കെ, സോ സബ്സിഡറി കമ്പനീൻ്റെ ഇക്വിറ്റി നമ്മളിവിടെ നോക്കുന്ന സമയത്ത് സബ്സിഡറി കമ്പനിക്ക് ഓർഡിനറി ഷെയർ ക്യാപിറ്റൽ $1 ഷെയർസ്, ടോട്ടൽ 40,000 ഷെയർ ക്യാപിറ്റൽ ആണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ റീറ്റേൺ ഏർണിങ്സും ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു $10,000. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടെണ്ണം ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണ് അവിടെ വരുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു $50,000 അല്ലേ. സോ സബ്സിഡറി കമ്പനീൻ്റെ നെറ്റ് അസറ്റ്സ് ആണ് ഇവിടെ പാരന്റ് കമ്പനി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സബ്സിഡറി കമ്പനീൻ്റെ നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് $50,000 ആണ്. ആൻഡ് ആ ഒരു എമൗണ്ട് കൊടുത്തിട്ട് തന്നെയാണ് പാരന്റ് കമ്പനി എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ സബ്സിഡറി കമ്പനീൻ്റെ നെറ്റ് അസറ്റ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കൺസോളിഡേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നത്? ഇവിടെ പാരന്റ് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ഇൻ എസ് അറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് $50,000 കാണിച്ചിട്ടില്ലേ? അവന്റെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലാണ് അത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ കൺസോളിഡേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സബ്സിഡറി കമ്പനീൻ്റെ ഇക്വിറ്റി സെക്ഷനിലുള്ള എല്ലാ ഐറ്റംസും എന്ത് ചെയ്യും? നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യും. ഓക്കെ, സോ നമ്മൾ കൺസോളിഡേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാരന്റ് കമ്പനീൻ്റെ ഇക്വിറ്റി മാത്രമേ കാണിക്കുള്ളൂ, സബ്സിഡറി കമ്പനീൻ്റെ ഇക്വിറ്റി കാണിക്കില്ല. ഓക്കെ,
ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തു ആൻഡ് സബ്സിഡറി കമ്പനീൻ്റെ നെറ്റ് അസറ്റ്സ് എത്രയാണോ ആ ഒരു സെയിം എമൗണ്ട് കൊടുത്തിട്ട് തന്നെയാണ് പാരന്റ് കമ്പനി ഇവിടെ സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ നോർമൽ സിറ്റുവേഷൻസിൽ അങ്ങനെ ആയിരിക്കില്ല. ഇവിടെ സബ്സിഡറി കമ്പനീൻ്റെ നെറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത് $50,000 ആണ്. പക്ഷേ $50,000 മാത്രം കൊടുത്തിട്ടായിരിക്കില്ല പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്യുന്നുണ്ടാവുക. അതിനെക്കാട്ടിലും കൂടുതൽ ഒരു എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു $70,000 കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ സബ്സിഡറി കമ്പനീൻ്റെ നെറ്റ് അസറ്റ്സ് നോക്കുന്ന സമയത്ത് അവർക്ക് $50,000 ഉള്ളൂ ടോട്ടൽ. പക്ഷേ പാരന്റ് കമ്പനി ഇവിടെ സബ്സിഡറി കമ്പനിയെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് $70,000 കൊടുത്തു. അപ്പോൾ എത്രത്തോളം എമൗണ്ട് ആണ് ഇവിടെ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിയെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കൊടുത്തിരിക്കുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു $20,000. ഓക്കെ, സോ ഈ ഒരു $20,000 നമ്മൾ പറയുന്ന പേരാണ് ഗുഡ് വിൽ. ആൻഡ് ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഗുഡ് വില്ലിനെ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? നോൺ കറന്റ് അസറ്റ്സിന്റെ അണ്ടറിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ദ മെക്കാനിസംസ് ഓഫ് കൺസോളിഡേഷൻ. അതായത് നമ്മൾ കൺസോളിഡേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടലി 5 സെറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ് വർക്കിംഗ് നോട്ട്സ് ചെയ്യണം. അതായത് കൺസോളിഡേഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അവിടെ 5 വർക്കിംഗ് നോട്ട് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വർക്കിംഗ് നോട്ട് എന്താണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. വർക്കിംഗ് നോട്ട് 1, എസ്റ്റാബ്ലിഷ് ദ ഗ്രൂപ്പ് സ്ട്രക്ചർ. സോ ഈ ഒരു വർക്കിംഗ് നോട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. പകരം അവിടെ ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ കാണിക്കുക? പി കമ്പനി എസ് കമ്പനീനെ അക്വയർ ചെയ്തു ആൻഡ് ഏത് ഡേറ്റിലാണ് അവിടെ പി കമ്പനി എസ് കമ്പനീനെ അക്വയർ ചെയ്തിട്ടുള്ളത് ആൻഡ് പി കമ്പനീൻ്റെ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് എന്നാണ് ആൻഡ് എത്ര ശതമാനമാണ് പി കമ്പനി എസ് കമ്പനീനെ അക്വയർ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കാണാം പി കമ്പനി എസ് കമ്പനീനെ അക്വയർ ചെയ്തിട്ടുള്ളത് 80% ആണ്. ഓക്കെ, ആൻഡ് എപ്പോഴാണ് പി കമ്പനി എസ് കമ്പനീനെ അക്വയർ ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കണം. അതായത് ഡേറ്റ് ഓഫ് അക്വിസിഷൻ എപ്പോഴാണ് പി കമ്പനി എസ് കമ്പനീനെ അക്വയർ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കാണിക്കണം. അതുപോലെ തന്നെ പി കമ്പനീൻ്റെ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് എപ്പോഴാണെന്ന് കാണിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 ജാനുവരി 2024 പി കമ്പനി എസ് കമ്പനീനെ അക്വയർ ചെയ്തിട്ടുള്ളത് 80% ആണ് അക്വയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് പി കമ്പനീൻ്റെ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് 31 ഡിസംബർ 2024 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇപ്പോൾ പി കമ്പനി എസ് കമ്പനീനെ അക്വയർ ചെയ്തിട്ട് അവിടെ എത്ര നാളായിട്ടുണ്ട്? 12 മാസം. ഓക്കെ, സോ ഈ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ വർക്കിംഗ് നോട്ട് 1 കാണിക്കുന്നത്. പി കമ്പനി എസ് കമ്പനി അതായത് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തത് മാത്രമല്ല നമ്മൾ വർക്കിംഗ് നോട്ടിൽ കാണിക്കുക. പാരന്റ് കമ്പനിക്ക് എന്തെങ്കിലും അസോസിയേറ്റ് കമ്പനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യും? വർക്കിംഗ് നോട്ട് 1 കാണിക്കും. ഓക്കെ, സോ വർക്കിംഗ് നോട്ട് 1 കഴിഞ്ഞു. ഇനി അടുത്തത് വർക്കിംഗ് നോട്ട് 2 ആണ്. നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി. അതായത് വർക്കിംഗ് നോട്ട് 2 നമ്മൾ സബ്സിഡറി കമ്പനിയുമായിട്ട് എന്ത് കാൽക്കുലേഷൻ വന്നാലും നമ്മൾ ഈ വർക്കിംഗ് നോട്ട് 2 അത് എന്ത് ചെയ്യുന്നത്? അത് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ സബ്സിഡറി കമ്പനീൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ സബ്സിഡറി കമ്പനീൻ്റെ ഇക്വിറ്റി സെക്ഷനിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് എടുത്തെഴുതും. അതുകൂടാതെ തന്നെ ഇവിടെ വരുന്ന വേറെ കുറച്ച് ഐറ്റംസ് ആണ് fair value gain and fair value loss and depreciation on fair value gain and depreciation on fair value loss. സോ എപ്പോഴാണ് ഈ ഫെയർ വാല്യൂ വരുന്നത്? അതായത് കൺസോളിഡേഷൻ്റെ ഒരു റൂളാണ്. നമ്മൾ ഡേറ്റ് ഓഫ് അക്വിസിഷൻ്റെ സമയത്ത് അതായത് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്യുന്ന ആ ഒരു ഡേറ്റിൽ സബ്സിഡറി കമ്പനീൻ്റെ എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെയും നമ്മൾ ഫെയർ വാല്യൂവിലാണ് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്യുന്ന ആ ഒരു ഡേറ്റിൽ സബ്സിഡറി കമ്പനീൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആൻഡ് ആ ഒരു ദിവസം ആ ഒരു ബിൽഡിങ്ങിൻ്റെ ക്യാരിങ് വാല്യൂ എന്ന് പറയുന്നത് ഒരു $50,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷേ ആ ഒരു ദിവസം ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ഒരു $70,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇപ്പം നമ്മൾ അവിടെ നോക്കുന്ന സമയത്ത് ബുക്ക് വാല്യൂ 50,000 ആണ് ആൻഡ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 70,000 ആണ്. ഓക്കെ, സോ അവിടെ ഒരു ഫെയർ വാല്യൂ ഗെയിൻ വന്നിട്ടുണ്ട്. എത്രയാണ്? $20,000 ഫെയർ വാല്യൂ ഗെയിൻ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫെയർ വാല്യൂ ഗെയിനിനെ നമ്മൾ ഇവിടെ കാണിക്കും. ഓക്കെ,
എന്നിട്ട് അതായത് നമ്മൾ ആ ഡേറ്റ് ഓഫ് അക്വിസിഷന്റെ കോളത്തിൽ ഫെയർ വാല്യൂ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എന്നിട്ട് ഇപ്പൊ ആ ഒരു അസറ്റിന്റെ വില കൂടിയില്ലേ, അപ്പം ആ കൂടിയ എമൗണ്ടിന്റെ മുകളിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണ്ടേ. സോ ബാക്കി റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡിപ്രീസിയേഷൻ കാണും. എന്നിട്ട് ആ ഒരു ഡിപ്രീസിയേഷന് നമ്മൾ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് അവിടെ കാണിക്കും ആ ഒരു എമൗണ്ട്. ഓക്കെ, ഇനി അതല്ല ഫെയർ വാല്യൂ ലോസ് ആണെന്ന് വിചാരിക്കാം, അതായത് ക്യാരിങ് വാല്യൂവിനെക്കാട്ടിലും കുറവാണ് ഫെയർ വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഫെയർ വാല്യൂ ലോസ് വരും. ഓക്കെ, ആ ഒരു ഫെയർ വാല്യൂ ലോസ് എന്ത് ചെയ്യും, നമ്മളിവിടെ ഡേറ്റ് ഓഫ് അക്വിസിഷന്റെ ആ ഒരു കോളത്തിൽ എന്ത് ചെയ്യും, കാണിക്കും. അതുപോലെ തന്നെ ആ ഫെയർ വാല്യൂ ലോസിന്റെ മുകളിൽ ഒരു ഡിപ്രീസിയേഷൻ വരും, ഡിപ്രീസിയേഷൻ ഓൺ ഫെയർ വാല്യൂ ലോസ്. ആ ഒരു എമൗണ്ടിനെ നമ്മളിവിടെ ആഡ് ബാക്ക് ചെയ്യുക. അത് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിന്റെ കോളത്തിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു എമൗണ്ട് കാണിക്കും ആൻഡ് നമ്മൾ അതിനെ ആഡ് ബാക്ക് ചെയ്യും. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തതിന് ശേഷം സബ്സിഡറി കമ്പനിക്ക് എന്തെങ്കിലും ഇൻകമോ അല്ലെങ്കിൽ എക്സ്പെൻസോ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിനെ നമ്മൾ കാണിക്കുന്നത് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിന്റെ കോളത്തിലാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ വരുന്ന വേറൊരു ഐറ്റമാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. സോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് ഈ ഒരു വർക്കിംഗ് നോട്ട് 2 അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറയണം ഇവിടെ സബ്സിഡറി കമ്പനി പാരന്റ് കമ്പനിക്കാണ് കൊമോഡിറ്റീസ് സെല്ല് ചെയ്തത് എന്ന്. ഓക്കെ, സോ സബ്സിഡറി കമ്പനിയാണ് ഇവിടെ പാരന്റ് കമ്പനിക്ക് കൊമോഡിറ്റീസ് സെല്ല് ചെയ്തത് എങ്കിൽ ആ ഒരു സെല്ല് ചെയ്തതിന്റെ മുകളിൽ എന്തെങ്കിലും അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റിനെ നമ്മൾ ഇവിടെ കാണിക്കും. ഇനി അതല്ല പാരന്റ് ആണ് അവിടെ സെല്ല് ചെയ്തത്, അതായത് പാരന്റ് സബ്സിഡറിക്കാണ് സെല്ല് ചെയ്തതെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യില്ല, ഈ ഒരു വർക്കിംഗ് നോട്ടിൽ കാണിക്കില്ല. അത് നമ്മൾ വേറെ വർക്കിംഗ് നോട്ടിലാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റിനെ നമ്മൾ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിന്റെ കോളത്തിലാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സബ്സിഡറി കമ്പനീന്റെ റീറ്റേൺഡ് ഏർണിങ്സ്. ഓക്കെ, സോ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തതിന് മുന്നേയുള്ള റീറ്റേൺഡ് ഏർണിങ്സ് നമ്മൾ ഇവിടെ കാണിക്കില്ല. പകരം പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഡേറ്റിൽ സബ്സിഡറി കമ്പനിക്ക് എത്ര റീറ്റേൺഡ് ഏർണിങ്സ് ഉണ്ടോ അത് നമ്മൾ എവിടെ കാണിക്കും, അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ കാണിക്കും. ഓക്കെ, എന്നിട്ട് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തതിന് ശേഷം ആ ഒരു ഇയർ എൻഡിൽ സബ്സിഡറി കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്ര റീറ്റേൺ ഏർണിങ്സ് ഉണ്ട് അത് നമ്മൾ എവിടെ കാണിക്കും, അറ്റ് ദ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് കോളത്തിൽ കാണിക്കും. എന്നിട്ട് അവിടെ വരുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ പോസ്റ്റ് അക്വിസിഷനിൽ കാണിക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പം വർക്കിംഗ് നോട്ട് 2 എന്തൊക്കെയാണ് പഠിച്ചത്, അതായത് വർക്കിംഗ് നോട്ട് 2 നമ്മൾ നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി ആണ് കാണിക്കുന്നത്. ആൻഡ് സബ്സിഡറിയുമായി ബന്ധപ്പെട്ട് എന്ത് കാൽക്കുലേഷൻ വന്നാലും നമ്മളത് വർക്കിംഗ് നോട്ട് 2 കാണിക്കുന്നത്. ആൻഡ് നമ്മൾ സബ്സിഡറി കമ്പനീൻ്റെ രണ്ട് ടൈം പീരീഡിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് ഡേറ്റ് ഓഫ് അക്വിസിഷനും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങും. അതായത് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു എമൗണ്ട് നമ്മൾ കാണിക്കണം, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ഡേറ്റിലുള്ള ആ ഒരു എമൗണ്ട് നമ്മൾ കാണിക്കണം. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ പോസ്റ്റ് അക്വിസിഷനിൽ കാണിക്കുന്നത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു സബ്സിഡറി കമ്പനീൻ്റെ ഇക്വിറ്റിയിലുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ സബ്സിഡറി കമ്പനീൻ്റെ ഇക്വിറ്റിയിലുള്ള ഷെയർ ക്യാപിറ്റൽ നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു വർക്കിംഗ് നോട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് അക്വിസിഷൻ മുതൽക്ക് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് വരെ സബ്സിഡറി കമ്പനി പുതിയ ഷെയർ ക്യാപിറ്റൽ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് കൺസോളിഡേഷനിൽ. ഓക്കെ, സോ നമ്മുടെ സബ്സിഡറി കമ്പനീൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ അവൻ്റെ ഷെയർ ക്യാപിറ്റൽ ഇത്രയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ ആ ഒരു എമൗണ്ട് കാണിക്കും. ഇനി ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിലും നമ്മൾ ആ സെയിം എമൗണ്ട് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. കാരണം എന്താണ്, പുതിയ ഷെയർസ് ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നാണ് നമ്മളവിടെ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, സെയിം എമൗണ്ട് തന്നെ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിലും കാണിക്കും. അതുകൊണ്ടാണ് അവിടെ പോസ്റ്റ് അക്വിസിഷനിൽ നമ്മൾ നെഗറ്റീവ് ഇട്ടിരിക്കുന്നത്, അതായത് മൈനസ് ഇട്ടിരിക്കുന്നത്. നില്ലാണ് അവിടെ, നെഗറ്റീവ് അല്ല, നില്ലാണ്. കാരണം അവിടെ ഡിഫറൻസ് നോക്കുന്ന സമയത്ത് വേറെ കൂടുതലോ കുറവോ എമൗണ്ട് വരുന്നില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഇപ്പോൾ പറഞ്ഞുതരാണ്. സോ ഷെയർ ക്യാപിറ്റലിൻ്റെയും ഷെയർ പ്രീമിയത്തിൻ്റെയും കേസ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് അക്വിസിഷൻ കോളത്തിൽ നോക്കുമ്പോൾ കാണാം രണ്ട് ഐറ്റംസും നില്ലാണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്, റീറ്റെയിൻഡ് ഏർണിങ്സ്. സോ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കേസ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. പിന്നെ റീവാലുവേഷൻ സർപ്ലസ്. സോ റീവാലുവേഷൻ സർപ്ലസിൻ്റെ കേസും സെയിം ആണ്. അതായത് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തതിന് ശേഷം സബ്സിഡറി കമ്പനിക്ക് റീവാലുവേഷൻ സർപ്ലസ് ഉണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത്.
അതായത് ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ എത്ര റിവാലുവേഷൻ സർപ്ലസ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കും. ആൻഡ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിൽ എത്രത്തോളം റിവാലുവേഷൻ സർപ്ലസിന്റെ എമൗണ്ട് ഉണ്ട് എന്ന് കാണിക്കും. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ അവിടെ എടുക്കുന്നത് പോസ്റ്റ് അക്വിസിഷനിൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് വർക്കിംഗ് നോട്ട് 2 വരുന്ന ഐറ്റംസ്. ഇനി നമുക്ക് അടുത്തത് വർക്കിംഗ് നോട്ട് 3 നോക്കാം. വർക്കിംഗ് നോട്ട് 3 നമ്മൾ ഗുഡ് വിൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പാരന്റ് ഹോൾഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ഫെയർ വാല്യൂ പ്ലസ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അറ്റ് അക്വിസിഷൻ മൈനസ് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് അറ്റ് അക്വിസിഷൻ. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗുഡ് വിൽ ഓൺ അക്വിസിഷൻ കിട്ടും. പക്ഷെ നമുക്ക് ഗുഡ് വിൽ ഓൺ അക്വിസിഷൻ കിട്ടിയാൽ പോരാ, നമുക്ക് ഗുഡ് വിൽ ഓൺ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് കിട്ടണം. ഓക്കെ, സോ ഗുഡ് വിൽ ഓൺ അക്വിസിഷനിൽ നിന്ന് ആ കൊല്ലം ഗുഡ് വില്ലിന് എന്തെങ്കിലും ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ ഗുഡ് വിൽ ഓൺ അക്വിസിഷനിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് വിൽ അറ്റ് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് കിട്ടും. ഓക്കെ, സോ ഇവിടെ പാരന്റ് ഹോൾഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ഫെയർ വാല്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അതായത് എത്ര രൂപ കൊടുത്തിട്ടാണോ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ പർച്ചേസ് ചെയ്തത് ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. ആൻഡ് എപ്പോഴും ക്യാഷ് മാത്രം കൊടുത്തിട്ടായിരിക്കില്ല പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്യുന്നത്. ചില സമയത്ത് പാരന്റ് കമ്പനീന്റെ ഇത്രത്തോളം ഷെയർസ് കൊടുക്കും സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് സബ്സിഡറി കമ്പനീന്റെ ഇത്രത്തോളം ഷെയർസിന് പാരന്റ് കമ്പനി ഇത്രത്തോളം പാരന്റ് കമ്പനീന്റെ ഷെയർസ് കൊടുത്തിട്ടായിരിക്കും അക്വയർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അതൊരു സിറ്റുവേഷൻ ആണ്. ആൻഡ് ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ് കമ്പനി അക്വയർ ചെയ്യുന്ന സമയത്ത്, അതായത് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് കൊടുക്കും. പിന്നെ പാരന്റ് കമ്പനി പറയും ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ ഇത്രത്തോളം എമൗണ്ടും കൂടെ തരാമെന്ന് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനോട് പറയും. അതിനെയാണ് നമ്മൾ ഡിഫേർഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഡെഫേർഡ് പേയ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഫേർഡ് പേയ്മെന്റിന്റെ ഇന്നത്തെ പ്രസന്റ് വാല്യൂലാണ് ഇവിടെ ആ ഒരു എമൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനോട് അക്വയർ ചെയ്യുന്ന സമയത്ത് പറയാണ് ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇത്രത്തോളം ക്യാഷ് തരാമെന്ന്. ഫോർ എക്സാമ്പിൾ ഒരു 10 മില്യൺ ഞാൻ നിങ്ങൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തരാമെന്ന് പറയാണ്. ഓക്കെ, സോ ഈ ഒരു 10 മില്യൺ അല്ല നമ്മൾ ഇവിടെ കാണിക്കുന്നത്. പകരം എന്താണ് കാണിക്കുന്നത്? 10 മില്യന്റെ ഇന്നത്തെ പ്രസന്റ് വാല്യൂവിനെയാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ 3 രീതിയിലാണ് നമുക്ക് നോർമലി ക്വസ്റ്റ്യൻസിൽ കാണിക്കാറ്. അതൊന്ന് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ ക്യാഷ് കൊടുത്ത് അക്വയർ ചെയ്തു. പിന്നെ രണ്ടാമത്തത് പാരന്റ് കമ്പനീന്റെ ഷെയർസ് കൊടുത്തിട്ട് സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തു. ആൻഡ് മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ് ഡെഫേർഡ് പേയ്മെന്റ്. ഓക്കെ, സോ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അറ്റ് അക്വിസിഷൻ ആണ്. സോ എന്താണ് ഈ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫോർ എക്സാമ്പിൾ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീന്റെ 80% അക്വയർ ചെയ്തത് എന്ന് വിചാരിക്കാം. സോ സബ്സിഡറി കമ്പനീന്റെ 100%-ൽ 80% പാരന്റ് കമ്പനി അക്വയർ ചെയ്തു. സോ ഈ ഒരു 80%-ൽ പാരന്റ് കമ്പനിക്ക് സബ്സിഡറി കമ്പനീന്റെ മുകളിൽ കൺട്രോൾ ഉണ്ട്. ബാക്കി ഒരു 20% ഉണ്ടല്ലോ, ആ ഒരു 20%-ൽ പാരന്റ് കമ്പനിക്ക് സബ്സിഡറി കമ്പനീന്റെ മുകളിൽ കൺട്രോൾ ഇല്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. അതായത് പാരന്റ് കമ്പനിക്ക് സബ്സിഡറി കമ്പനീന്റെ മുകളിൽ കൺട്രോൾ ഇല്ലാത്ത ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. സോ നമ്മളിവിടെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അറ്റ് അക്വിസിഷൻ ആണ് കാണേണ്ടത്. സോ അത് കാണാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് ഫെയർ വാല്യൂ മെത്തേഡ് ആൻഡ് സെക്കൻഡ് മെത്തേഡ് ആണ് പ്രൊപ്പോർഷൻ ഓഫ് നെറ്റ് അസറ്റ്സ് മെത്തേഡ്. ആൻഡ് അതിന്റെ രണ്ടെണ്ണത്തിന്റെയും ഇക്വേഷനും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളത് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, സോ ഈ 2 എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് അറ്റ് അക്വിസിഷൻ എന്ത് ചെയ്യും? നമ്മൾ മൈനസ് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി വർക്കിംഗ് നോട്ട് 2-ൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതായത് ഡേറ്റ് ഓഫ് അക്വിസിഷന്റെ ആ ഒരു കോളം കണ്ടില്ലേ, ആ ഒരു എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗുഡ് വിൽ ഓൺ അക്വിസിഷൻ കിട്ടും. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയും ആ കൊല്ലം ഗുഡ് വില്ലിന് എന്തെങ്കിലും ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന്. സോ ഇമ്പയർമെന്റ് എന്തെങ്കിലും ഗുഡ് വില്ലിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമ്പയർമെന്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഗുഡ് വില്ലിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിൽ ഗുഡ് വില്ല് കിട്ടും. ആ ഗുഡ് വില്ലിനെയാണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? കൺസോളിഡേഷനിൽ നോൺ കറന്റ് അസറ്റ്സിന്റെ അണ്ടറിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ടത്. ഓക്കെ,
ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ വർക്കിംഗ് നോട്ടാണ്. ആൻഡ് നാലാമത്തെ വർക്കിംഗ് നോട്ട് എന്താണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ആൻഡ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വാല്യൂ അറ്റ് അക്വിസിഷൻ. ആൻഡ് ഇത് നമ്മൾ വർക്കിംഗ് നോട്ട് 3 ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അറ്റ് അക്വിസിഷൻ കാണാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് ഫെയർ വാല്യൂ മെത്തേഡും പിന്നെ പ്രൊപ്പോർഷൻ ഓഫ് നെറ്റ് അസറ്റ്സ് മെത്തേഡും. അതിലോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവാം ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ നമ്മൾ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വാല്യൂ അറ്റ് അക്വിസിഷൻ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ആ ഒരു എമൗണ്ട് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഇനി അതിൻ്റെ കൂടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഷെയർ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. സോ എന്താണ് ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഷെയർ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു എമൗണ്ടിനെ നമ്മൾ ഓൾറെഡി വർക്കിംഗ് നോട്ട് 2 എന്ത് ചെയ്തിട്ടുണ്ടാവും? കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ വർക്കിംഗ് നോട്ട് 2 ഒന്ന് എടുക്കുക. സോ വർക്കിംഗ് നോട്ട് 2 നമ്മളിവിടെ ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ വരുന്ന എമൗണ്ട്സും അതുപോലെ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിൽ വരുന്ന എമൗണ്ട്സും എന്ത് ചെയ്തിട്ടുണ്ടാവും? കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഇത് രണ്ടെണ്ണത്തിൻ്റെയും ഡിഫറൻസ് ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേരാണ് പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ്. ഓക്കെ, സോ ഈ ഒരു പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തതിന് ശേഷം അവിടെ വന്ന എമൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ്. സോ ഈ ഒരു പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ് ഫോർ എക്സാമ്പിൾ ഒരു $3000 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ഒരു $3000 പാരന്റ് കമ്പനി ഇപ്പൊ സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തത് 80% ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3000ന്റെ 80% ആർക്ക് പോവും? പാരന്റിന് പോവും. ബാക്കി 20% നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്റെ ആണ്. അപ്പം ആ ഒരു 3000ന്റെ 20% ആർക്ക് പോവും? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന് പോവും. ഓക്കെ, സോ ആ ഒരു നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന് പോയ ആ ഒരു 20% നമ്മൾ ഈ വർക്കിംഗ് നോട്ട് 4 എവിടെ? ഈ ഒരു വർക്കിംഗ് നോട്ട് 4 നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഷെയർ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ 2 എമൗണ്ടും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഷെയർ ഓഫ് ഇമ്പയർമെന്റ് എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അതായത് സബ്സിഡറി കമ്പനീന്റെ ഗുഡ്വില്ലിന് എന്തെങ്കിലും അവിടെ ഇമ്പയർമെന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ ഒരു ഇമ്പയർമെന്റിന്റെ ഇപ്പം 20% നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്കിൽ ആ ഒരു ഇമ്പയർമെന്റിന്റെ 20% ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൽ നിന്നും എന്ത് ചെയ്യും? നമ്മൾ മൈനസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് വർക്കിംഗ് നോട്ട് 4. ഇനി അടുത്തത് ലാസ്റ്റ് വർക്കിംഗ് നോട്ടാണ്. ആൻഡ് നമ്മൾ ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനെ എവിടെയാണ് കാണിക്കുന്നത്? കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഇക്വിറ്റി സെക്ഷനിലാണ്. ഓക്കെ, ഇക്വിറ്റി സെക്ഷനിലാണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനെ കാണിക്കുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് വർക്കിംഗ് നോട്ടാണ്. അതാണ് ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ്. സോ ഈ ഒരു ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സിൽ നമ്മൾ പാരന്റ് കമ്പനിയുമായിട്ട് എന്തൊരു അഡ്ജസ്റ്റ്മെന്റ് വന്നാലും നമ്മൾ ഈ ഒരു വർക്കിംഗ് നോട്ടിലാണ് അത് കാണിക്കുന്നത്. ഓക്കെ, സോ അവിടെ ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ് കാണാനായിട്ട് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. പാരന്റ്സ് റിട്ടേൺ ഏർണിങ്സ് 100%. അതായത് പാരന്റിന്റെ റിട്ടേൺ ഏർണിങ്സ് നമ്മൾ മുഴുവനായിട്ട് എന്ത് ചെയ്യും? ഇവിടെ കാണിക്കും. അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ, അതായത് പാരന്റിന്റെ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിൽ ഓൾറെഡി ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ അതെന്ത് ചെയ്യും? അതായത് ഇയർ എൻഡില് പാരന്റിന്റെ ഓപ്പണിംഗ് റിട്ടേൺ ഏർണിങ്സ് ഉണ്ടാവും ആൻഡ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും? അത് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിലെ റിട്ടേൺ ഏർണിങ്സ് കിട്ടും. ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ കാണിക്കും. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും എന്ത്? പാരന്റ്സ് ഷെയർ ഓഫ് സബ്സിഡറീസ് പോസ്റ്റ് അക്വിസിഷൻ റിട്ടേൺ ഏർണിങ്സ്. അതെന്താണ്? പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്തതിന് ശേഷം സബ്സിഡറി കമ്പനി ഒരു എന്തുണ്ടാക്കിയിട്ടുണ്ടാവും? റിട്ടേൺ ഏർണിങ്സ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിന്റെ പാരന്റിന്റെ ഷെയർ, അതായത് ഈ ഒരു എമൗണ്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എവിടെയാണ്? വർക്കിംഗ് നോട്ട് 2. വർക്കിംഗ് നോട്ട് 2 നമ്മൾ പറഞ്ഞു പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ് അല്ലെ. ഈ ഒരു പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സിനെ നമ്മൾ ആർക്കൊക്കെ ഡിവൈഡ് ചെയ്യും? പാരന്റ് കമ്പനിക്കും അതുപോലെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനും ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ പാരന്റ് കമ്പനീന്റെ ഷെയർ 70% ആണെന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കിയ ആ ഒരു 3000 എന്താ പറയാ
പോസ്റ്റ് അക്വസിഷൻ റിസർവ്സിൽ ആ ഒരു 3000 70% പാരന്റിന് പോവും ആൻഡ് ബാക്കി 30% നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന് പോവും. സോ ആ ഒരു 70% എത്രയാണോ അതാണ് നമ്മൾ എവിടെ കാണിക്കുന്നത്, ഈ ഒരു വർക്കിംഗ് നോട്ട് ഫയൽ പി ഷെയർ ഓഫ് സബ്സിഡറീസ് പോസ്റ്റ് അക്വസിഷൻ റിട്ടേൺ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, പി ഷെയർ ഓഫ് ഇമ്പയർമെന്റ് ഈ രണ്ട് എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യും. സോ എന്താണ് ഈ പി ഷെയർ ഓഫ് ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൽ നിന്ന് ഒരു ഇമ്പയർമെന്റ് മൈനസ് ചെയ്തില്ലേ, അതായത് ഗുഡ് വില്ലിന് ഇത്രത്തോളം ഇമ്പയർമെന്റ് വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നു കഴിഞ്ഞാൽ അതിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന് ഒരു ഷെയർ പോവും, അതുപോലെ തന്നെ പാരന്റിനും ഒരു ഷെയർ പോവും. സോ ആ ഒരു പാരന്റിന്റെ ഷെയർ ഓഫ് ഇമ്പയർമെന്റ് ആണ് നമ്മൾ ഇവിടെ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വർക്കിംഗ് നോട്ട് ഫയൽ വരുന്ന വേറെ കുറച്ച് ഐറ്റംസ് ആണ് ഷെയർ ഇൻ പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്. അതായത് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ മാത്രമല്ല അക്വയർ ചെയ്യുന്നത്, പാരന്റ് കമ്പനി അസോസിയേറ്റ് കമ്പനീനെയും കൂടെ അക്വയർ ചെയ്യും. ഓക്കെ, സോ അസോസിയേറ്റ് കമ്പനി എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ പാരന്റ് കമ്പനി അസോസിയേറ്റ് കമ്പനീനെ അക്വയർ ചെയ്തതിന് ശേഷം അസോസിയേറ്റ് കമ്പനി അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ആ പ്രോഫിറ്റിൽ പാരന്റ് എത്ര ശതമാനമാണോ അസോസിയേറ്റിനെ അക്വയർ ചെയ്തത്, ഫോർ എക്സാമ്പിൾ ഒരു 30% ആണ് അസോസിയേറ്റിനെ അക്വയർ ചെയ്തതെന്ന് വിചാരിക്കാം. സോ അക്വയർ ചെയ്തതിന് ശേഷം അസോസിയേറ്റ് ഉണ്ടാക്കിയ ആ ഒരു പ്രോഫിറ്റിന്റെ 30% നമ്മൾ എവിടെ കാണിക്കും, ഈ ഒരു വർക്കിംഗ് നോട്ട് ഫയൽ കാണിക്കും. അതുപോലെ തന്നെ അസോസിയേറ്റ് കമ്പനിക്ക് എന്തെങ്കിലും ഇമ്പയർമെന്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ ആ ഒരു ഇമ്പയർമെന്റിന്റെ 30% നമ്മൾ എവിടെ കാണിക്കും, ഇവിടെ കാണിക്കും. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു എമൗണ്ട് മൈനസ് ചെയ്യും. ഓക്കെ, പിന്നെ വേറൊരു ഐറ്റം വരാവുന്നതാണ് ഫൈനാൻസ് കോസ്റ്റ് ഓൺ ഡെഫേർഡ് കൺസിഡറേഷൻ. സോ എന്താണ് ഈ ഫൈനാൻസ് കോസ്റ്റ് ഓൺ ഡെഫേർഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തേർഡ് വർക്കിംഗ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമലി 3 കേസസ് ആണ് വരുന്നത് പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനീനെ അക്വയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പേയ്മെന്റിന്റെ കാര്യത്തിൽ അല്ലേ. സോ വർക്കിംഗ് നോട്ട് 3 എടുക്കാം. സോ അവിടെ പാരന്റ് കമ്പനി പറയാണ് ഒരു കൊല്ലത്തിന് ശേഷം എന്ത് ചെയ്യാണ്, പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കാന്ന് പറയാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ആ ഒരു എമൗണ്ടിന്റെ പ്രസന്റ് വാല്യൂ ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. സോ അതിനെ പറയുന്ന പേരാണ് ഡെഫേർഡ് പേയ്മെന്റ്. ഓക്കെ, സോ നമ്മൾ പ്രസന്റ് വാല്യൂ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഫൈനാൻസ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് ചെയ്യണം. ഓക്കെ, സോ ഫൈനാൻസ് കോസ്റ്റ് എത്രയാണെന്നൊക്കെ നമുക്ക് എന്താ പറയുക, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ടാവും. സോ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫൈനാൻസ് കോസ്റ്റ് ഓൺ ഡെഫേർഡ് കൺസിഡറേഷൻ എത്രയാണോ ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ കാണിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന വേറൊരു ഐറ്റം ആണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. സോ ഇവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എപ്പോഴാണ് വരുന്നത്, ക്വസ്റ്റ്യനിൽ പറയും പാരന്റ് സബ്സിഡറിക്ക് കുറച്ച് കൊമോഡിറ്റീസ് സെല്ല് ചെയ്തു ആൻഡ് അതിൽ അവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട് എങ്കിലാണ് നമ്മൾ അത് എവിടെ കാണിക്കുന്നത്, വർക്കിംഗ് നോട്ട് ഫയല്. അതായത് പാരന്റ് കമ്പനി വേണം സബ്സിഡറി കമ്പനിക്ക് സെല്ല് ചെയ്യാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യും, നമ്മളത് ഇവിടെ കാണിക്കും. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, അത് മൈനസ് ചെയ്യും. ഇനി അതല്ല ക്വസ്റ്റ്യനിൽ പറയാണ് സബ്സിഡറി കമ്പനിയാണ് പാരന്റിന് സെല്ല് ചെയ്തതെന്ന്, അപ്പം നമ്മൾ അത് എവിടെയാണ് കാണിക്കുക, വർക്കിംഗ് നോട്ട് 2. ഓക്കെ, സോ പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് സെല്ല് ചെയ്തിട്ട് അവിടെ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ കാണിക്കും, വർക്കിംഗ് നോട്ട് ഫയൽ കാണിക്കും. എന്നിട്ട് നമ്മൾ കൺസോളിഡേഷനിൽ ഇൻവെന്ററിയിൽ നിന്ന് ആ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, മൈനസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഇത് സബ്സിഡറി കമ്പനി പാരന്റ് കമ്പനിക്ക് സെല്ല് ചെയ്താലും നമ്മൾ ഇൻവെന്ററിയിൽ നിന്ന് മൈനസ് ചെയ്യും ആ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. പാരന്റ് കമ്പനി സബ്സിഡറിക്ക് സെല്ല് ചെയ്താലും ആ ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നമ്മൾ എവിടെ നിന്ന് മൈനസ് ചെയ്യും, ഇൻവെന്ററിയിൽ നിന്ന് മൈനസ് ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ വേറെ കുറെ ഐറ്റംസും വരാനുണ്ട് ആൻഡ് അത് നമുക്ക് എപ്പോൾ നോക്കാം, നമ്മളൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മൾ കൺസോളിഡേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വരാവുന്ന 5 സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് വർക്കിംഗ് നോട്ട്സ്. ഓക്കെ,